തലസ്ഥാനത്ത് KSU SFI സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. 10 SFI പ്രവർത്തകർ പ്രതികളെന്ന് FIR. KSU പ്രവർത്തകർക്ക് നേരെ SFI അക്രമം അഴിച്ചുവിട്ടെന്നും FIR-ൽ പറയുന്നു. KSU പ്രവർത്തകർക്കെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ശ്യാമപ്രസാദ് വിശദാംശങ്ങൾ നൽകും. ശ്യാം, സ്വാഭാവികമാണ്, ഭരണം മാറുന്നതിനനുസരിച്ച് പോലീസിന്റെ സ്വഭാവം മാറും. ഇപ്പോൾ SFI-ക്കാർക്കെതിരെ മാത്രമായി കേസെടുക്കുകയാണോ? അതിനെതിരെ വിമർശനം മറുഭാഗത്ത് ഉയരുന്നുണ്ടോ? ഗൗതം, കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയാഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു SFI KSU അക്രമ സംഘം തലസ്ഥാനത്തെ അഴിഞ്ഞാടിയത്. പ്രധാനമായും ഇന്നലെ രാത്രി 10 മണിയോടുകൂടി തന്നെ ഈ അക്രമ സംഭവങ്ങൾ തുടങ്ങുമ്പോഴേക്കും പരസ്പരം കല്ലേറും പോർവിളിയും നടത്തി തലസ്ഥാന നഗരിയെ കലാപ അന്തരീക്ഷത്തിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് പൊതുമുതൽ നശിപ്പിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇരു കൂട്ടരും നീങ്ങുകയും ചെയ്തു. തലസ്ഥാനത്തിന് വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾക്ക് പുറമെ ലൈറ്റുകളും ഒപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളും ഉൾപ്പെടെയുള്ളവ തകർക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള കേസുമായി ബന്ധപ്പെട്ട് പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം 10ഓളം SFI-ക്കാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന ഏതാനും ചിലർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും KSU പ്രവർത്തകർക്കെതിരെയും കേസെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഇത് സംബന്ധിച്ച് FIR ഇടുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോലീസ് കടന്നിട്ടില്ല. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണം മാറുമ്പോൾ അതേ നിറം കാണിക്കുന്ന പോലീസിൻ്റെ സ്വഭാവം തന്നെയാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ കേസ് എടുക്കുന്ന നടപടികളിലേക്ക് പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഗൗതം, ശ്യാമ, ഇന്നലെ രാത്രിയിൽ അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമായിരുന്നു തലസ്ഥാനത്ത്. KSUവിൻ്റെയും SFI-യുടെയും പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം ജനജീവിതത്തെ തന്നെ ദുസ്സഹമാക്കി എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പോലീസ് ഇപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ മാത്രം കേസെടുത്തിരിക്കുകയാണ്. ആ നടപടിക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധമുയരുന്നത്. ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.